ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ജൂലൈ 18 PSC എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡേറ്റ് ആർക്കും അത്ര പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് അല്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിപ്പോൾ 2-2.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് എഴുതുന്ന ഒരാളാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ 2 എക്സാംസും നടന്നിട്ടില്ല. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഒരു ഡേറ്റിൽ നടക്കുന്നു, അതിനുശേഷം ഒരു 2-3 വീക്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജ് നടക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു എക്സാംസ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു പോസ്റ്റിന് വേണ്ടി തന്നെ ഒരു ദിവസം തന്നെ 2 എക്സാംസ് എൻ്റെ ഒരു ഓർമ്മയിൽ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് തന്നെ എനിക്ക് എക്സാം നടന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് സെക്കൻഡ് സ്റ്റേജിൽ എനിക്ക് എക്സാംസ് വന്നില്ല. ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കൊക്കെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടന്നിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ എക്സാം എഴുതാൻ പോയിട്ട് തിരിച്ചു വന്നവരാരൊക്കെ ഉണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്കറിയാമല്ലോ ആർക്ക് പോയി എന്നുള്ളത്. എന്തായാലും ഒരുപാട് വിഷമമുണ്ട് കേട്ടപ്പോൾ. കാരണം അത്രയും ദൂരത്താണ് നമുക്ക് ഓരോരുത്തർക്ക് സെൻറ്റർ കിട്ടുന്നത് അല്ലേ. എനിക്ക് ഭാഗ്യത്തിന് അടുത്താണ് എനിക്ക് സെൻറ്റർ കിട്ടിയത്. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ദൂരെ സെൻറ്റർ കിട്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് പോയിട്ട് തിരിച്ചു വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും ഇത് സംഭവിച്ചു പോയി, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്തായാലും നെക്സ്റ്റ് ടൈം അവർ നന്നായിട്ട് എക്സാം എഴുതാൻ അവർക്ക് സാധിക്കട്ടെ. ഞാനെന്തായാലും അന്ന് നേരത്തെ തന്നെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ നേരത്തെ എത്തുകയും ചെയ്തു. ഞാനാണ് ഫസ്റ്റ് എത്തിയത്. അതിനുശേഷം പിന്നെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ കുറേ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ, മാരത്തോൺ വീഡിയോസൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറേ ക്ലാസ്സസൊക്കെ ഞാൻ കേട്ടു. അതുപോലെ തന്നെ കറണ്ട് അഫെയർസിൻ്റെ കുറച്ച് ക്ലാസ് ഞാൻ അതുപോലെ തന്നെ യൂട്യൂബിൽ കേട്ടു. നല്ല കോൺഫിഡൻസിൽ തന്നെയാണ് എക്സാം സെൻറ്ററിലോട്ടേക്ക് പോയതും അതുപോലെ തന്നെ എക്സാം എഴുതാൻ വേണ്ടി തുടങ്ങിയതും. കാരണം ഞാൻ ഇതുവരെ എഴുതിയ എല്ലാ 10th പ്രിലിംസിൻ്റെ എക്സാംസും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മെയിൻസ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കുറച്ച് മാർക്സിനൊക്കെയാണ് ഞാൻ മെയിൻസ് ക്ലിയർ ചെയ്യാതെ പോകുന്നത്. അങ്ങനെ ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഇനി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഫസ്റ്റ് പേജ്, അതായത് എനിക്ക് എക്സാം കോഡ് B ആണ് കിട്ടിയത്. അതിൽ ഫസ്റ്റ് പേജ് എനിക്ക് വലിയ സീനില്ല, ഞാൻ അത്യാവശ്യം എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആകെ ഒരു കിളിപോയൊരവസ്ഥയായിരുന്നു. പിന്നെയുള്ള ഒരു 15-17 ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് തൊടാൻ പോലും പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം കൂടുതലും ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അത് മൊത്തം കൂടുതലും വന്നിരിക്കുന്നത് NCERT പോർഷൻസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, NCERT ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മൊത്തം കോൺഫിഡൻസ് പോയി. ആദ്യം വന്ന് നല്ല കോൺഫിഡൻസിൽ വന്ന് എഴുതാൻ തുടങ്ങിയതാണ്. എല്ലാ കോൺഫിഡൻസും അതോടുകൂടി പോയി. കാരണം ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ആൻസർ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആകെ ടെൻഷനായല്ലോ. അതുകൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പേജിൽ എല്ലാ ആൻസറും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏതൊരു കുട്ടീനോടും ചോദിച്ചാൽ അറിയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലോഹങ്ങളുടെ രാജാവ്. അതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക ഒരവസ്ഥ. ലോഹങ്ങളുടെ രാജാവ് സ്വർണ്ണമാണെന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേങ്കിൽ എനിക്ക് ആ ടെൻഷനിൽ അതുപോലും മറന്നുപോയി. അതാണ് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് എഴുതുന്ന എക്സാംസും എക്സാം സെൻറ്ററിൽ നിന്ന് എഴുതുന്ന എക്സാംസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലെ എക്സാംസ് വീട്ടിൽ നിന്ന് എഴുതിയവർക്ക് നല്ല മാർക്ക് ഉണ്ടാവും. അതേ എക്സാം തന്നെ നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും മാർക്കിൽ. കാരണം ആകെ ടെൻഷൻ വരും, കൺഫ്യൂഷൻ ഉണ്ടാവും, എഴുതുന്നതിൽ മിസ്റ്റേക്സ് വരാം, നെഗറ്റീവ്സ് വരാം, എല്ലാം ഉണ്ടാവും. അതൊക്കെ സംഭവിക്കും എക്സാം ഹാളിൽ നിന്ന് നമ്മൾ എക്സാം എഴുതുമ്പോൾ. പക്ഷേങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, തെറ്റ് വരത്തില്ല, അതുപോലെ തന്നെ നെഗറ്റീവ്സ് വരത്തില്ല. പക്ഷേങ്കിൽ നമ്മളൊരു എക്സാം ഹാളിൽ നിന്ന് എഴുതുന്ന സമയത്ത് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് രണ്ടും. അങ്ങനെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസിനും ടിക്ക് ചെയ്ത് പോയി ആൻസർ. എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ ബബിൾ ചെയ്യാറുള്ളത്. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ആൻസർ ചെയ്തത് വളരെ കുറവാണ്. അപ്പം തന്നെ നല്ല ടെൻഷനായി തുടങ്ങി. പിന്നെ ഒരു 25 ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോഴാണ് ഒന്ന് സമാധാനമായത്. പിന്നെ ആ ഒരു ടെൻഷനൊക്കെ പതിയെ അങ്ങനെ പോയി തുടങ്ങി. പിന്നെ അങ്ങനെ ചെയ്ത് വന്ന് മാത്സിലോട്ടേക്ക് എത്തിയപ്പോഴാണ് നല്ലൊരാശ്വാസമായത്. അതായത് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സ് ആണല്ലോ, അതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ 20ൽ 20 അടിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഞാനൊരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ടഫ്നെസ് മനസ്സിലാക്കിയപ്പോൾ തന്നെ നെഗറ്റീവ്സ് മാക്സിമം കുറയ്ക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ നെഗറ്റീവ്സും കൂടി വരുമ്പോൾ നമുക്ക് ഒരുപാട് മാർക്ക് കുറയും. അപ്പം മാക്സിമം നെഗറ്റീവ് കുറക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. അറിയാത്തത് ഞാൻ തീരെ തൊടാൻ നിന്നിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്
ഒന്ന് 2-3 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചിലപ്പോൾ ഒന്നറിയാമായിരിക്കും, രണ്ടാമത്തെ ചിലപ്പോൾ എനിക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്നും അങ്ങനെ തൊടാൻ നിന്നിട്ടില്ല, ഒരു 50-50 ചാൻസ് എടുക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് നല്ല നെഗറ്റീവ്സ് കുറവാണ്. എനിക്ക് 4 തെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ടൗണിലെത്തിയ സമയത്താണ് അറിയുന്നത് ഇങ്ങനെ സെക്കൻഡ് സ്റ്റേജ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൂടി കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനായി, മൈൻഡ് മൊത്തം പോയി. എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജും ക്യാൻസൽ ചെയ്തിട്ട് പിന്നെയും നമ്മൾ എക്സാം എഴുതേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയായി പോയി. പിന്നെ നമ്മൾ ന്യൂസ് ചാനലിലും എല്ലാം അറിയുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങളും. പിന്നെയാണ് ഒരു സമാധാനം ആയത്. ഫസ്റ്റ് സ്റ്റേജ് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, സെക്കൻഡ് സ്റ്റേജുകാർ മാത്രം എഴുതിയാൽ മതി എന്നുള്ളത് കേട്ടപ്പോഴാണ് കുറച്ചൊരു സമാധാനമായത്. പിന്നെ ഞാൻ വീട്ടിലോട്ടൊക്കെ എത്തി. പിന്നെ യൂട്യൂബ് ചാനലിൽ ആൻസറൊക്കെ നോക്കിയ സമയത്ത് പിന്നെ എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഒരു 70-75 ഉള്ളിലുള്ള മാർക്സാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാർക്കിൻ്റെ ഇതിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് 70-75 ഉള്ളിലാണ് എൻ്റെ ഇപ്പോഴത്തെ മാർക്ക് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് വാക്കൻസി ഉള്ളൊരു പോസ്റ്റാണല്ലോ കമ്പനി ബോർഡ് LGS എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഓൾറെഡി കട്ട് ഓഫിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പറയുന്നത് ഒരു 65 എബൗവിലോട്ടേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്, ആ ഒരു രീതിയിലാണ് കണ്ടത്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതൊന്നും എനിക്കത്ര അതിനെപ്പറ്റി അത്ര ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളൊരു ഇതിലോട്ടേക്ക് എന്തായാലും വന്നിട്ടില്ല, കാരണം ഇനിയും സ്റ്റേജസ് ഉണ്ടല്ലോ എഴുതാൻ. ഇപ്പോൾ 2ാമത്തെ സ്റ്റേജും 3ാമത്തെ സ്റ്റേജും 4ാമത്തെ സ്റ്റേജൊക്കെ കഴിഞ്ഞാലല്ലേ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെന്തായാലും നല്ല രീതിയിൽ പഠിക്കുക, കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് തന്നെ പഠിക്കുക. കാരണം ഇനി വരുന്ന എക്സാംസൊക്കെ ഈ ഒരു ലെവൽ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും NCERT നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇനി NCERT പോയിട്ട് പഠിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ഉണ്ടാവുന്നത്. കാരണം അവർക്കറിയാമല്ലോ നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുക എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ NCERT വന്നു എന്ന് വിചാരിച്ചിട്ട് അടുത്ത സ്റ്റേജിൽ അവർ ചിലപ്പോൾ NCERT ആയിരിക്കില്ല ഇടുന്നുണ്ടാവുക. ചിലപ്പോൾ മാത്സ് ആയിരിക്കാം ടഫാക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സയൻസ് ആയിരിക്കാം ടഫാക്കാം. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോയി NCERT പഠിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാം കരുതിയിരിക്കുക, മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ സെക്കൻഡ് സ്റ്റേജിനും 3rd സ്റ്റേജിനും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതാം. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 22 എക്സാം എഴുതുന്നവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, കാരണം അവർക്ക് കുറച്ച് കൂടുതൽ ടൈം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും. അപ്പം ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ലീക്കായ ക്വസ്റ്റ്യൻ പേപ്പറും ഇനി വരാൻ പോകുന്ന 3rd സ്റ്റേജ് 4th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം അവരിനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാമൊക്കെ എഴുതാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം എഴുതിയവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്സും കൂടെ കമൻറ്റ് ചെയ്യണേ.